തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റി ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് സംഘം സൂപ്രണ്ട് ഓഫീസിലെത്തി രേഖകൾ പരിശോധിച്ചു. ഓഡിറ്റിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ആരോഗ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് ചേർന്നത്. സനിസ, ഈ ആരോഗ്യ മേഖലയിലെ പല ഭാഗത്തുനിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു അനാസ്ഥ, അതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി ഒരു അടിമുടി മാറ്റമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണോ ഇതും? സനിസ, കേൾക്കാമോ? മെഡിക്കൽ കോളേജ് HTS ഫണ്ട് അട്ടിമറിയും പണം ബാങ്കിൽ നിക്ഷേപിക്കാത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിൽ ആരോഗ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി സൂപ്രണ്ടിന്റെ മുറിയിലെ രേഖകളും മിനിറ്റ്സ് അടക്കം പരിശോധിക്കുകയും കൂടാതെ തന്നെ ഓഡിറ്ററുടെ മൊഴിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ തരത്തിൽ ഇത്തരത്തിൽ FTS ഫണ്ടിൽ നിന്നും 46 ലക്ഷം രൂപയാണ് ബാങ്കിൽ അടയ്ക്കാത്തതായിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായിട്ടുള്ളത്. കൂടാതെ തന്നെ 46 ലക്ഷം രൂപ എവിടെ പോയി എന്നതിന് യാതൊരുവിധ തെളിവുമില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാണ് ഇത്തരത്തിലൊരു തിരിമറി നടത്തിയത്, അവരെ ഉടനടി തന്നെ പിടികൂടി നടപടി വേണമെന്നാണ് ആരോഗ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ ഒരു തുടർ നടപടി എന്നോണം ക്രൈംബ്രാഞ്ച് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി മൊഴിയെടുപ്പും മറ്റ് തെളിവും ശേഖരിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അഞ്ജലി.